ഗൈസ് എനിക്ക് കണ്ടന്റ് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്തപ്പോൾ അവര് കൂടുതൽ പേര് എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റ് ആണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് പതിവിലും കുറച്ച് ഡ്യൂറേഷൻ കുറവായിരിക്കും. കാരണം നമ്മൾ ഈ ബിഗ് ബോസിലെ മെയിൻ ഐറ്റങ്ങളെ മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മുടെ അരിയണ്ണനല്ലേ ഗൈസ്? ആണല്ലോ. ആളൊക്കെ ഒരിക്കാൻ താടിയൊക്കെ പഠിച്ച് വന്നിരിക്കുക കൊച്ചു കള്ളൻ. അത് കൂടെ പറയാം. എൻ്റെ വീട് സ്വിമ്മിംഗ് പൂളുണ്ട്. എൻ്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എൻ്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. എനിക്കൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു 7000-8000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ പേരാണ് റോക്കി മാൻഷൻ. അപ്പോൾ റോക്കി എണ്ണനാളൊരു റോക്കി ബോയ് തന്നെ അല്ല. ഈ 7000 സ്ക്വയർ ഫീറ്റ് ബാത്റൂം വെച്ചിട്ട് ഇയാളെന്താ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം? രാജസ്ഥാനിൽ നിന്ന് കുടിയേറി വന്നവരാണ് എൻ്റെ ഉമ്മാരെ ഫാമിലിയിലുള്ളവർ. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ജനിക്കുമ്പോഴേ TV VCR ഒന്നും വന്നിട്ടില്ല. VCP, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, വാക്ക്മാൻ സെറ്റ്, അതുപോലെ തന്നെ ചെറിയ ടോയ്സുകൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഫോറൻ സ്പ്രേ, നിഡോ, ടാങ്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എന്തോ എൻ്റെ ഭാഗ്യമായിരിക്കും. അത് എനിക്ക് ചെറുതിലേ തന്നെ ഇതൊക്കെ എനിക്ക് യൂസ് ചെയ്യാനും പറ്റി. എന്തുവാടാ സാധനം? എൻ്റെ ലൈഫിൽ എന്ത് കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഓക്കെ, എങ്ങനെ നിൽക്കണം, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, ഒരാളിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെ എൻ്റെ അടുത്ത് ഉടക്കിന് വന്ന പ്രതികരിക്കണം, അതും എനിക്കറിയാം. നല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ആവശ്യം വരും. നല്ലതാ. മക്കൾക്ക് എന്ത് വേണം? ബിഗ് ബോസിന്റെ ഈ സീസണിലെ ഏത് സീസൺ എടുത്തു പറഞ്ഞാലും അടുക്കളയുമായിട്ട്, അതായത് കിച്ചണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അടി അത് മസ്റ്റ് ആണ്. അതൊന്നും പറയാൻ വയ്യ. പിന്നെ സിംഗിള്, സിഗ്മ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവന്മാര് ബിഗ് ബോസിലോട്ട് പോയാൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടും. പ്രഡിക്ഷൻ ലിസ്റ്റിലായാലും എൻ്റെ കുറേ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതിനകത്ത് ഞാൻ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ കണ്ടു, ജാസ്മിൻ അപ്പോൾ ഇവിടെ ഒരു ലവ് ട്രാക്ക് കാണും, ഷോപ്പർ. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതൽ എൻ്റെ ഒരു സംഭവമല്ല. ഓക്കെ, ഞാൻ പോട്ടെ, ശരിക്കും പോട്ടെ. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതൽ എൻ്റെ ഒരു സംഭവമല്ല. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റ് സജസ്റ്റ് ചെയ്യാനുള്ളവരും താഴെ സജസ്റ്റ് ചെയ്യുക. കാരണം ഈയിടെ ചെറുതായിട്ട് കണ്ടന്റ് ദാരിദ്ര്യവും കാര്യങ്ങളും ഒക്കെ, അതുകൊണ്ട് കുറച്ച് നാൾ കണ്ടന്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ഇടാതിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.